മുഹബത്താണ് അവളോട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ചു സമയം പഴയ ഓർമ്മകളിലേക്ക് തന്നെ വീണു. ഒരു എക്സാമായിരുന്നു എല്ലാറ്റിൻ്റെയും തുടക്കം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കോപ്പി അടിക്കാൻ തീരുമാനിച്ചു. എക്സാം തുടങ്ങിയപ്പോഴേക്കും ഞാൻ നന്നായി ടെൻഷനാവാൻ തുടങ്ങി, നന്നായി വിയർക്കാനും. ഇടയ്ക്കിടയ്ക്ക് ടീച്ചറെ നോക്കിക്കൊണ്ടേയിരുന്നു. ആദ്യമായി കോപ്പി അടിക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും എൻ്റെ മുഖത്ത് നന്നായി ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു കാറ്റ്, എല്ലാം കൈവിട്ടുപോയി. ആ പേപ്പർ നേരെ പോയത് ഉയപ്പൻ അജ്മലിൻ്റെ അടുത്ത്. സൂര്യകിരീടം വീണുടഞ്ഞു എന്നാരോ പാടുന്നത് പോലെ എനിക്ക് തോന്നി. പോയി, എല്ലാം പോയി. ഇത്രയും നാൾ ഞാൻ കെട്ടിപ്പൊക്കിയ ഇമേജ് എല്ലാം പോയി. ഞാൻ അവനെ നോക്കി. അവൻ എന്നെ നിന്ന് ആക്കി ചിരിച്ചു. ആ പേപ്പർ എടുത്തതും സാർ അവനെ പിടിച്ചു. പിന്നെ പറയേണ്ടല്ലോ, ഒരലറലായിരുന്നു. എനിക്കിതൊന്നും കാണാൻ വയ്യ എന്നും പറഞ്ഞ് ഞാൻ കണ്ണടച്ചിരുന്നു. സാർ അപ്പോൾ തന്നെ അവനെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കി. അതിനുശേഷം അവൻ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പിടികൊടുത്തില്ല. അവസാനം അവൻ എന്നെ കയ്യോടെ പൊക്കി. ഡി കള്ളി, അറിയാതെ പണിക്കെന്തിനാ നിന്നത്? ഓ, അത് പിന്നെ ആർക്കായാലും ഒരബദ്ധം പറ്റും. പിന്നെ എന്താണാവോ പറ്റിയ അബദ്ധം എല്ലാരോടും പറയാതിരുന്നത്? പറയാൻ വന്നതാ, പിന്നെ നീ സമ്മതിച്ചത് കൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഞാനോ? ഞാൻ സമ്മതിച്ചില്ലേ കാണായിരുന്നു. അതിനു പകരമായി നാളെ മുതൽ എൻ്റെ എല്ലാ ഹോംവർക്കും നീ തന്നെ ചെയ്യണം. ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പറ്റില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരോടും പറയും. പിന്നെ നീ ഇത്രയും നാളുണ്ടാക്കിയ നിന്റെ ഇമേജ്, സൽപ്പേര് എല്ലാം പോകും. നീ തന്നെ തീരുമാനിച്ചു. ഹോംവർക്ക് ചെയ്തു തന്ന് നിന്റെ ഇമേജ് നിലനിർത്തുന്നോ അതോ വേണ്ട വേണ്ട ഞാൻ ചെയ്തു തരാം? അതും പറഞ്ഞ ആ കാലനങ്ങ് പോയി. ഇരുവെട്ടിവനെ പാമ്പ് കടിച്ച അവസ്ഥയായി പിന്നീട് അങ്ങോട്ട്. ഏത് നേരത്താണാവോ എനിക്ക് ഈ ബുദ്ധി തോന്നിയത്. ഞാൻ എന്നെ തന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ വേറെ ഗതിയില്ലാത്തത് കൊണ്ട് ഞാൻ അവൻ്റെ എല്ലാ ഹോംവർക്കും ചെയ്തു കൊടുത്തു. അവനാണെങ്കിൽ ഒരു ദിവസം പോലും അവൻ്റെ ബുക്ക് തരാൻ മറന്നില്ല. അങ്ങനെ പോകുമ്പോഴാണ് നെക്സ്റ്റ് പാര വന്നത്. അവൻ്റെ ഹോംവർക്കെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം സംശയം ഞാനും അവനും പ്രണയത്തിലാണോ എന്ന്. അത് എന്നോട് പലരും നേരിട്ടും അല്ലാതെയും പറഞ്ഞെങ്കിലും ഞാൻ അത് കാര്യമായി എടുത്തില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അശ്വതി വന്ന് പറഞ്ഞത്, എടി, നീ അജ്മലും പ്രണയത്തിലാണോ? നിനക്കും തുടങ്ങിയ സംശയം? സംശയമൊന്നുമല്ല, അവൻ എന്നോട് പറഞ്ഞു നിനക്ക് അവനെ ഇഷ്ടമായത് കൊണ്ടാണ് നീ ഹോംവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നതെന്ന്. അല്ലെങ്കിൽ നീ തന്നെ പറ, എന്തിനാ അവന് മാത്രം ഹോംവർക്ക് ചെയ്തു കൊടുക്കുന്നത്? ഞാൻ അവളോടൊന്നും മിണ്ടാതെ ദേഷ്യത്തിൽ അജുവിൻ്റെ അടുത്ത് പോയി. അജു അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ മാക്രി, ആർക്കാടാ നിന്നോട് ഇഷ്ടം? ഇന്നത്തോടെ നിർത്തി എല്ലാം. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അതും പറഞ്ഞ് ഞാൻ നടക്കുമ്പോൾ, നാജിക്ക് എന്നെയല്ല, എനിക്ക് നാജയാണ് ഇഷ്ടം എന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ഞാൻ കിളിപ്പോയ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ക്ലാസ്സിൽ എല്ലാവരും ഭയങ്കര ചിരി. ഇതൊന്നും കണ്ട് എനിക്ക് ഒട്ടും സഹിച്ചില്ല. ഞാൻ അവൻ്റെ കാലിൽ നോക്കി ചവിട്ടു കൊടുത്തു. അതുകൊണ്ടൊന്നും എൻ്റെ പ്രതികാരം തീർന്നില്ല. ഇടയ്ക്ക് നോട്ട്ബുക്ക് എടുക്കാൻ സ്റ്റാഫ് റൂമിൽ പോകുമ്പോൾ അജുവിൻ്റെ ബുക്ക് എവിടെ കണ്ടാലും ഞാൻ കുത്തി വരഞ്ഞ് വൃത്തികേടാക്കും. പോരാത്തതിന് ടീച്ചേഴ്സിനോട് അവനെതിരെ കള്ളപ്പരാതിയും പറയും. എൻ്റെ കള്ളപ്പരാതികൾക്ക് മുന്നിൽ അവൻ തളരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ടും എൻ്റെ പുറകെ നടക്കുന്നതിന് ഒരു മാറ്റവുമില്ല. പിന്നെ അവോയ്ഡിങ് ചെയ്തു. എന്തേലും പറഞ്ഞ് കലിപ്പാക്കി അവൻ തന്നെ എന്നെ കൊണ്ട് മിണ്ടിക്കും. അങ്ങനെ അതും തോറ്റു. വീട്ടുകാരോട് പറയാൻ എന്തോ ഒരു നാണക്കേട് പോലെ. അതുകൊണ്ട് രണ്ടു കൽപ്പിച്ച് കസിനോട് പറഞ്ഞു. പിറ്റേന്ന് കസിൻ അവനെ കണ്ണുരുട്ടി നോക്കിയെങ്കിലും അവൻ വിരണ്ടില്ല. പകരം കസിനാണോ വിരണ്ടതെന്ന് എനിക്കൊരു സംശയം. അത് പോരാഞ്ഞിട്ട് അവൻ എന്നോട് വന്ന് ചോദിച്ചു, സമയമായിട്ട് പോരെ വീട്ടുകാരെ അറിയിക്കൽ, ഇപ്പൊ തന്നെ വേണമായിരുന്നോ? അത് കേട്ടപ്പോൾ എനിക്ക് കലിപ്പ് കയറി. പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ്റെ തലക്ക് നല്ല അടി കൊടുത്തോടി. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ നമ്മുടെ ക്ലാസ്സിലെ അവസാനം വന്നെത്തി. ഓട്ടോഗ്രാഫ് എഴുതുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. എടി, ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ ഓട്ടോഗ്രാഫ് ചെയ്ത്. ഇനി നമ്മൾ ഒരിക്കലും കാണില്ല. ഉപ്പാൻ്റെ കൂടെ ഞാൻ ബാംഗ്ലൂരേക്ക് പോവുക. എൻ്റെ ഹയർ സ്റ്റഡീസ് അവിടെയാണ്.
അവൻ അത് പറഞ്ഞിട്ടും ഞാൻ അവനോട് ഓട്ടോഗ്രാഫ് വാങ്ങിയില്ല. എടി നന്ദി വേണോടി, നന്ദി. നിന്നെ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചത് ഞാനല്ലേ. അവൻ്റെ സംസാരം കേട്ട് എനിക്ക് ചിരി വന്നെങ്കിലും ഞാൻ പുറമേ കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ അവനോട് ഓട്ടോഗ്രാഫ് വാങ്ങി. പൊട പട്ടി എന്ന് എഴുതി അവിടെ നിന്ന് ഓടി. ഒരുപാട് സങ്കടത്തോടെ നമ്മൾ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു. പിന്നെ അവനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. പിന്നെ കാണുന്നത് തന്നെ ഇപ്പോഴാ. നാജി, നീ എന്തെടുക്കുവാ? ചെറുക്കന് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് ഉമ്മ തലയിൽ കൊട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. അവൻ എന്നെയും കാത്ത് വീടിൻ്റെ വെളിയിലുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അയൽവാസി ചേച്ചിമാരും താത്തമാരും എത്തി വലിഞ്ഞ് സീൻ പിടിക്കുന്നത് കണ്ടു. ഇത് സ്ഥിരം കാഴ്ച ആയതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ഞാൻ അവരെ കണ്ടെന്നറിഞ്ഞപ്പോൾ ആമ തല ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ എല്ലാവരും എങ്ങോട്ടേക്കോ പോയി. ഞാൻ അവൻ്റെ അരികിൽ എത്തിയതും അവൻ പുഞ്ചിരിയോടെ കൈ ഉയർത്തി ഹായ് കൈകളും കെട്ടി. എന്താണ് മാഷേ, പുതിയ തമാശയുമായി വന്നതാണോ? രണ്ട് കൈകളും കെട്ടി നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചു. അതിനു മറുപടിയായി അവൻ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് സ്കൂളിൽ നിന്ന് പിരിയുന്നത് വരെ എല്ലാം തമാശയായിരുന്നു. പിന്നീട് കൂട്ടുകാർ ഏതെങ്കിലും പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്ന മുഖം നിൻ്റേത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിന്നെ ഓർത്തോർത്താണോ എന്നറിയില്ല, അറിയാതെ ശരിക്കും നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. വീണ്ടും നിന്റെ മുന്നിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നാൽ നീ ഒരിക്കലും എന്നെ വിശ്വസിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇഷ്ടം പറയാൻ ഞാൻ വീണ്ടും വരാതിരുന്നത്. നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നീ കണ്ണട വെച്ചതും, നിന്റെ ഉപ്പയുടെ ആക്സിഡൻറ്റും മരണവും, നീ പഠിച്ച കോളേജും ഇപ്പം വർക്ക് ചെയ്യുന്ന ഓഫീസും, അങ്ങനെ ഓരോ കാര്യങ്ങളും. നിന്നെ കാണാൻ വേണ്ടി ഞാൻ എന്നും നീ പഠിച്ചിരുന്ന കോളേജിന് മുന്നിൽ റോണ്ടടിക്കുമായിരുന്നു. ഇനി നിന്റെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വേഷത്തിലായിരിക്കുമെന്ന് ഞാൻ അപ്പോഴേ ഉറപ്പിച്ചതാണ്. അവൻ പറയുന്നതൊക്കെ കഥ കേൾക്കുന്ന അജ്മൽ എൻ്റെ അടുത്തേക്ക് വന്ന ഓട്ടോഗ്രാഫ് അവൻ വീണ്ടും തുടർന്നു. ഞാൻ അത് വാങ്ങാതെ മുഖം തിരിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതായോ കളിയോ പറയുന്നത്. എന്റെ എക്സ്പ്രഷനും കളിയൊക്കെ കണ്ടപ്പോൾ ഒരു രസം തോന്നി. ഒരു മറുപടി വേണമെന്ന് ഞാൻ പറയില്ല. നിന്റെ പുറകെ ആലോചിച്ച് തീരുമാനിക്കാം. അല്ലെങ്കിൽ നിന്നെ പോലെ പോസിറ്റീവായ മറുപടിക്ക് വേണ്ടി ഡിക്ഷണറിയിലേ ഇല്ല. അതും പറഞ്ഞ് അവൻ അത് പറഞ്ഞപ്പോൾ ഞാൻ അവനെ കൂർപ്പിച്ചു. അവൻ്റെ പുറകെ ഞാനും അകത്തേക്ക് പോയി. അവൻ്റെ വീട്ടുകാർ എന്തൊക്കെയോ സംസാരിച്ചു. ഞാൻ അപ്പോഴേ വേറെ ഏതോ ലോകത്തായിരുന്നു. അവർ പോയ രാത്രി അവൻ എന്നെ വിളിച്ചു. എടുക്കണോ വേണ്ടയോ എന്ന് ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഞാൻ എടുത്തു. എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ? അത് കള്ളമാണെന്ന് നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? ഇനിയെങ്കിലും പറഞ്ഞൂടെ എന്നെ ഇഷ്ടമാണെന്ന്? അവൻ്റെ ചോദ്യത്തിന് ഞാൻ മറുപടി ഒന്നും പറയാതെ മൗനം പാലിച്ചു. അതിനുശേഷം ഞങ്ങൾ ഫോൺ വിളി തുടർന്നു. പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും അവൻ്റെ ഫോൺ കോൾ പതിവായിരുന്നു. മറ്റൊരാൾക്കും അവനെപ്പോലെ എൻ്റെ മനസ്സ് ഇത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവനെപ്പോലെ എന്നെ മനസ്സിലാക്കിയ ഒരാളെ ഇനി കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചു. അങ്ങനെ അവസാനം അവനോട് ഇഷ്ടം തിരിച്ചു പറഞ്ഞു. വീട്ടുകാർ തമ്മിൽ ഈ ബന്ധത്തിന് മുന്നേ സമ്മതമായതുകൊണ്ട് നിലവിൽ മറ്റൊരു പ്രോബ്ലം ഉണ്ടായില്ല. പ്രോബ്ലം അവൻ്റെ ലീവായിരുന്നു. അവൻ വർക്ക് ചെയ്യുന്നത് ദുബൈയിലാണ്. ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ ലീവ് ഉണ്ടാവുകയുള്ളൂ. ഞാൻ കാത്തിരിക്കുകയാണ് ആ സുദിനത്തിന് വേണ്ടി, അവൻ്റെ മഹ സ്വീകരിക്കുന്ന നിമിഷത്തിന് വേണ്ടി.